നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി ഗ്രാമത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP നയിക്കുന്ന വലിയ പ്രക്ഷോഭം അത് ഇപ്പോൾ ഒരു കാട്ടുതീയായി സംസ്ഥാനമെമ്പാടും ആളിപ്പടർന്നിരിക്കുകയാണ്. ഫെബ്രുവരി 19 വരെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പ്രത്യേകിച്ചും 7ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ 144 പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ സുഗാന്ത് മഞ്ജുദാറിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെയാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്ത് 5ഓ അതിലധികമോ ആളുകൾക്ക് ഒത്തുകൂടാൻ സാധിക്കില്ല. 144 ഇമ്പോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും സ്ത്രീകൾക്കെതിരെ അല്ല, മറിച്ച് മനുഷ്യത്വത്തിനെതിരെയാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണറായ CV ആനന്ദ് ബോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു എന്നുള്ള ഒരു നടുക്കുന്ന പ്രതികരണം തന്നെയാണ് മാധ്യമങ്ങളോട് ഗവർണർ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല റിപ്പബ്ലിക് TVയുടെ റിപ്പോർട്ടറെ ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആക്രമിച്ചതായി കൂടി അവർ പറയുന്നുണ്ട്. റിപ്പബ്ലിക് TV ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുമുണ്ട്. പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ഇവിടെ ലാത്തി ചാർജ് നടത്തുന്നുണ്ട്. ഈ ലാത്തി ചാർജിൽ പരിക്കേറ്റ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ സുഗാന്ത മഞ്ജുദാറിനെ ബസിൽഹൾട്ട് മൾട്ടി ഫെസിലിറ്റി ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും സുഗാന്ത മഞ്ജുദാർ സരസ്വതി ദേവിയുടെ വിഗ്രഹവുമായി ഈ സന്ദേശ് ഖാലി ഗ്രാമത്തിലേക്ക് ആരാധനയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഇത് പോലീസ് തടയുകയായിരുന്നു. സരസ്വതി ദേവിയെ പോലെ സ്ത്രീകളെ കരുതണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മര്യാദ ദേവിക്ക് കൊടുക്കേണ്ട അതേ മര്യാദ തന്നെയാണ് എന്നുള്ള ഒരു സന്ദേശം ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായത്. പക്ഷേ ഇത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹം ടാക്കിയിലെ റോഡിന് നടുവിൽ വെച്ച് സരസ്വതി വിഗ്രഹത്തിൽ പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്ദേശ് ഖാലി ആക്രമണത്തിൽ മമതാ ബാനർജി രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് BJP പ്രവർത്തകർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അരുൺ ഹൽദാറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നാളെ സന്ദേശ് ഖാലി സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബംഗാൾ പുകയുമ്പോൾ വമ്പൻ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. തീർച്ചയായും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബംഗാളിലെ സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ പോലും ഏത് നിമിഷവും ഇത് കൈവിട്ടു പോയേക്കാം എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബംഗാൾ എന്ന സംസ്ഥാനം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നത്. അത്ര കണ്ട് അക്രമ പരമ്പരകൾ ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ബംഗാളിൽ അരങ്ങേറുന്നു. അതേ തുടർന്ന് അവിടുത്തെ ഗവർണർക്ക് ഒരു പീസ് റൂം അല്ലെങ്കിൽ സമാധാന മുറി പോലും സംസ്ഥാനത്ത് തുറക്കേണ്ട ഗതികേട് വന്നിരുന്നു. ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സന്ദേശ് ഖാലിയിലെ ഈ പ്രക്ഷോഭവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.